ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ BJP-യിലേക്ക് രാജീവ് ചന്ദ്രശേഖറുമായി രാജേന്ദ്രൻ ചർച്ച നടത്തി. ഒരു മാസത്തിനുള്ളിൽ തീരുമാനമെന്ന് എസ് രാജേന്ദ്രന്റെ പ്രതികരണവും വന്നു. കേൾക്കാം ആദ്യം. സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടു സംസാരിച്ചിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അവരുടെ ഒരു കൺക്ലൂഷൻ, ഒരു തീരുമാനങ്ങളോടുകൂടി എത്തിച്ചേരുമ്പോഴാണ് ഫൈനലൈസ് ആവുക. നമ്മളും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായി സ്ഥാനമാനങ്ങളോ അല്ലെ പിന്നെ മത്സരമോ അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. വ്യക്തിപരമായി ഒരു നേട്ടത്തിനോ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയോ സ്ഥാനമാനത്തിന് വേണ്ടിയോ പ്രവേശനം ആഗ്രഹിക്കുന്നു. പ്രഖ്യാപനം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ലല്ലോ, അവർ ചെയ്യുമായിരിക്കും. അങ്ങനെ തെരഞ്ഞെടുപ്പ് കാലത്ത് വലയുമായി BJP പോകുമ്പോൾ എന്താണ് ഇനി അടുത്ത നീക്കങ്ങൾ എന്ന് നമുക്ക് വിശകലനം ചെയ്യാം. EV ഉണ്ണികൃഷ്ണനോടൊപ്പം ചേരുകയാണ്. ഉണ്ണി, അതായത് തോട്ടം മേഖലയിലെ കരുത്തുറ്റനായ ഒരു കാലത്തെ നേതാവാണ്, MLA ആയിരുന്നു. അപ്പോൾ എസ് രാജേന്ദ്രൻ BJP-യിലേക്ക് പോകാനുള്ള ഒരു ചരടുവലി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ സംശയിച്ചു, കേന്ദ്ര നേതാക്കളെ അടക്കം കണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട നേതാവിനെ BJP-ക്ക് പിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് BJP-ക്ക് ഗുണകരമാകുമോ? ഇപ്പോഴത്തെ നിലവിലെ രാജേന്ദ്രൻ്റെ അവിടുത്തെ പ്രൊഫൈലും സ്വാധീനമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ BJP-ക്ക് ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അതൊരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണോ? രാജേന്ദ്രൻ കുറച്ച് കാലമായി നമുക്കറിയുന്നത് പോലെ CPM-ആയിട്ട് അകന്നു നിൽക്കുകയാണ്. അപ്പോൾ BJP-യിലേക്ക് പോകുന്നു എന്നതിനേക്കാൾ രാജേന്ദ്രൻ്റെ രാഷ്ട്രീയം CPM വിരുദ്ധത, അതായത് CPM-ൽ രാജേന്ദ്രനെ അകറ്റി നിർത്തിയവർക്കെതിരെ ഒരു പണി കൊടുക്കുക, രാഷ്ട്രീയമായി അവർക്കൊരു പ്രത്യാഘാതം സൃഷ്ടിക്കുക എന്നതാണ്. ഇതിൻ്റെ ആദ്യത്തെ റിസൾട്ടും അങ്ങനെയൊന്നും തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇതിന് രണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാകും. ഒന്ന്, ഒരു ഹ്രസ്വകാല ഇമ്പാക്റ്റ് എന്നതുകൊണ്ട് രാജേന്ദ്രൻ ഉദ്ദേശിക്കുന്നത് CPM-ന് തിരിച്ചടി നൽകുക എന്നത് തന്നെ ആയിരിക്കാം. കാരണം അവിടെ ആ തോട്ടമേഖലയിൽ മൂന്നാർ മേഖലയാണ് രാജേന്ദ്രൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തന മണ്ഡലം. അവിടെ KV ശശിയാണ് ഇദ്ദേഹത്തിൻ്റെ എതിരാളിയായി വരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം. KV ശശിയെ MM മണി സപ്പോർട്ട് ചെയ്യുന്നു തുടങ്ങിയതൊക്കെയാണ് രാജേന്ദ്രൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ അവിടെ രാജേന്ദ്രൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റുമായി പോവുകയാണെങ്കിൽ ചുരുങ്ങിയത് ദേവികുളം മണ്ഡലത്തിലെങ്കിലും അതിൻ്റെ ഇമ്പാക്റ്റ് ചെറിയ തോതിൽ CPM-നുണ്ടാകും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വന്യജീവി പ്രശ്നങ്ങൾ ഉൾപ്പെടെ ക്രിസ്ത്യൻ വോട്ടുകളുടെ ഏകീകരണം ഉൾപ്പെടെ അതൊക്കെ UDF-ന് അനുകൂലമായി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വന്ന പശ്ചാത്തലത്തിൽ കൂടിയാകുമ്പോൾ ഇതും കൂടി വരുമ്പോൾ ഒരുപക്ഷെ CPM-ന് അത്. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഇപ്പോൾ 2 ദിവസമായിട്ടേ ഉള്ളൂ CPM-ന്റെ ജിഹു ആയിരുന്ന ഇടതു സഹയാത്രികൻ റെജി ലൂക്കോസ് അവിടെ നിന്നും CPM-ൽ പാളയം വിട്ട് BJP-യിലേക്ക് ചേക്കേറുകയാണ്. ഇപ്പോൾ എസ് രാജേന്ദ്രൻ മുൻ MLA ആണ്. അപ്പോൾ ഈ ബ്രിഡ്ജാസ് എന്നൊരു പാലമുണ്ടല്ലോ, അപ്പോൾ അത് ഊന്നിയായിരുന്നു കോൺഗ്രസ് ഹാൻഡിലുകളിലും കോൺഗ്രസ് നേതാക്കളും ഒക്കെ തന്നെ BJP-CPM ബാന്ധവം ഊട്ടിയുറപ്പിക്കപ്പെടുന്ന ആരോപണം ശക്തമാക്കി. ഇതിപ്പോൾ രാജേന്ദ്രൻ കൂടി BJP-യിലേക്ക് പോവുകയാണെങ്കിൽ ആ രാഷ്ട്രീയ ആരോപണം എത്രത്തോളം ശക്തിപ്പെടും? അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു കാലത്ത് കോൺഗ്രസ് നേതാക്കളായിരുന്നു BJP-യിലേക്ക് അങ്ങനെ ഒരുപാട് ഒഴുക്കുണ്ടായത്. അപ്പോൾ ഇത് CPM-ആണ്. ഇപ്പോൾ അത് CPM-ന് അങ്ങനെയെങ്കിൽ രാജേന്ദ്രന്റെ പോക്ക് എത്രത്തോളം തിരിച്ചടി ഉണ്ടാക്കും രാഷ്ട്രീയമായ അല്ലെങ്കിൽ ചർച്ചകളിലൂടെയെങ്കിലും? അല്ല, തീർച്ചയായും. കാരണം ഈ ജനങ്ങൾക്ക് മുന്നിലുള്ള ആളുകളാണല്ലോ, അതായത് CPM-ന്റെ വക്താക്കളായി CPM-ന്റെ ജനപ്രതിനിധിയായി 15 വർഷത്തോളം പ്രവർത്തിച്ച ഒരാൾ, CPM-ന്റെ മുഖമായി നിന്ന ഒരാൾ, CPM ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ആളൊക്കെ BJP-യിലേക്ക് പോകുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതം വലുതാണ്, വിശദീകരിക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇനിയിപ്പോൾ ഇതൊരു ഒഴുക്ക് സംഭവിക്കുമ്പോൾ ഇതിപ്പോൾ ഈ കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നൊക്കെ പോകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുക എന്നതിനപ്പുറത്താണ്. അതിനിപ്പോൾ ഒരാൾ പോകുന്നത് കൊണ്ട് ആ രാഷ്ട്രീയം അത് മൊത്തം മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് കൂറുള്ള ആളുകളാണ് അവിടെ എന്നൊന്നും പറയാൻ പറ്റുന്ന കാലാവസ്ഥ അല്ലല്ലോ ഇപ്പോൾ. രാഷ്ട്രീയം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൊണ്ട് BJP-ക്ക് എന്താണ് ഗുണം? അതല്ല ഒരു നറേറ്റീവ് ഉണ്ടാക്കിയെടുക്കുകയാണോ ലക്ഷ്യം? BJP-ക്ക് പിന്നെ രാജേന്ദ്രൻ്റെ കേസിൽ ഉൾപ്പെടെ പറഞ്ഞാൽ മറ്റു കാര്യങ്ങളൊക്കെ ചെറിയ ഇപ്പോൾ റെജി ലൂക്കോസിൻ്റെയൊക്കെ ചെറിയൊരു നമ്മളെ പ്ലാറ്റ്ഫോം ചർച്ചകളിൽ സോഷ്യൽ മീഡിയകളിൽ ചർച്ചകൾക്ക് ഉപകരിക്കുമെന്നല്ലാതെ ഈ രാജേന്ദ്ര കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് അത് BJP-ക്ക് പെട്ടെന്നൊരു നേട്ടമൊന്നും BJP-ക്ക് ഉണ്ടാക്കില്ല. പക്ഷേ BJP-ക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ അവിടെ ഒരു കളമൊരുക്കാൻ അത് സഹായിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ ഇടുക്കിയിലെ പ്രതീക്ഷ അറിയാവുന്നതുപോലെ ഒരു തോട്ടം മേഖലയാണ്, തൊഴിലാളി യൂണിയൻ മേഖലയാണ്. അവിടെ നമുക്കറിയാം CPM AITUC-യും പിന്നെ INTUC-യൊക്കെയാണ് അതിൻ്റെ ഒരു ബേസ് അടിത്തറ. അതിന് മുകളിലാണ് കോൺഗ്രസും പിന്നീട് CPI-യും ഒക്കെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നതിൽ ജയിക്കുന്നതും വളരുന്നതും. അവിടെ പിന്നീട് CIT ശക്തി പ്രാപിക്കുകയാണ്. അതിൻ്റെ റിസൾട്ടാണ് CPM-ന് MLA എന്ന തരത്തിൽ അവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ആദ്യമായി ഉണ്ടാകേണ്ടത് തൊഴിലാളികൾക്കിടയിൽ ഒരു അടിത്തറ ഉണ്ടാകണം. അതിന് രാജേന്ദ്രനെ സഹായിക്കും. മാത്രമല്ല, രാജേന്ദ്രൻ അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ KV ശശി ഉൾപ്പെടെ CPM ഉൾപ്പെടെ നടത്തുന്ന സഹകരണ സംഘങ്ങളുണ്ട്. അത് തൊഴിലാളികൾക്ക് വായ്പകൾ കൊടുക്കുക, ധനസഹായം ചെയ്യുക തുടങ്ങിയാണ് അവരുടെ ലക്ഷ്യങ്ങൾ. അതേ രീതിയിൽ ഒരു സഹകരണ സ്ഥാപനവുമായിട്ടാണ് രാജേന്ദ്രൻ്റെ എൻട്രി. അങ്ങനെയാണെങ്കിൽ അത് അവിടെ ഒരു സ്വാധീനം ഉണ്ടാക്കും. ഭാവിയിൽ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾക്ക് അവിടെ ഒരു കളമൊരുക്കാൻ അത് സഹായിക്കും. ഒരു കാര്യം കൂടി, അധികാരമുണ്ട്, പണമുണ്ട്, സർവശക്തിയോടുകൂടി ഇലക്ഷന്
ഫണ്ടൊക്കെ സ്വരൂപിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് BJP. അപ്പോൾ ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പിന് ഇനി 3 മാസം മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള മുഖങ്ങൾ ഇനിയും BJPയിലേക്ക് ചേക്കാറാനുള്ള സാധ്യതയുണ്ടോ? പല നേതാക്കളും അങ്ങനെ വീരവാദം മുഴക്കുന്നുണ്ട്. BJPക്ക് ദേശീയ തലത്തിൽ തന്നെ അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ. ആടി നിൽക്കുന്ന ആളുകളെയൊക്കെ പരമാവധി അസംതൃപ്തരെയൊക്കെ പരമാവധി സ്വന്തം വളയത്തിൽ എത്തിക്കുക. അപ്പോൾ നമ്മുടെ ആളുകൾ വരുന്ന ആളുകളാണ്, വിവിധ വിഭാഗങ്ങളിലെ ആളുകൾ നമുക്കൊപ്പം ചേരുന്നതാണെന്നുള്ള സന്ദേശം കൊടുക്കാൻ BJPക്ക് തീർച്ചയായും ലക്ഷ്യമുണ്ടാവും. അവർ ആളുകളെയൊക്കെ കണ്ടുവച്ചിട്ടുണ്ടാവും. തീർച്ചയായും.